സികാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സികാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, 2-3 ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി 2-3 നിലകളുള്ള വീടും മറ്റ് ആർഭാടങ്ങളും മനുഷ്യൻ സൃഷ്ടിക്കുന്നു. ഈ ആർഭാടങ്ങൾക്ക് എങ്ങനെ വിലങ്ങിടാൻ സാധിക്കും? വിലങ്ങിടാൻ ഒരു വഴിയും ഇല്ല ടീച്ചർ. അതാണ് ഒരു പ്രശ്നം. അതായത് ഓരോരുത്തരും ഓരോ നില പണിതെടുക്കുകയായിരിക്കും അല്ലേ? 3 പേർക്ക് വേണ്ടി 3 നില എന്ന് പറഞ്ഞാൽ അതിലും ഭേദം ഓരോരുത്തർക്കും ഓരോ വീട് പണിയുന്നതായിരിക്കും. അതായത് ഇവിടെ മതബോധന ഗ്രന്ഥം ഉദ്ദേശിക്കുന്ന ഇതാണ്, അനാവശ്യമായ ധൂർത്ത് അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് നമുക്കെല്ലാവർക്കും മാന്യമായും മനുഷ്യോചിതമായും ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ വേണം. അത് ആർജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വകാര്യ സ്വത്ത് മൗലിക അവകാശമാണ് എന്ന ചിന്ത കത്തോലിക്ക സഭയ്ക്ക് സ്വീകാര്യമായ ചിന്തയാണ്. അതുകൊണ്ട് അതിനെ സഭ ഒരിക്കലും നിഷേധിക്കുന്നില്ല. എന്നാൽ ഇത് അനിയന്ത്രിതമായി സമ്പാദിച്ചു കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് പേരുടെ വീടിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. രാജ്യത്ത് എല്ലാവർക്കും സാമാന്യഗതിയിൽ ജീവിക്കാനുള്ള സാഹചര്യവും സ്വത്തുമുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക വിതരണത്തിലെ അസമത്വം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന് എത്ര ലക്ഷം കോടിയുണ്ട് എന്ന് പുള്ളിക്ക് തന്നെ പിടിയില്ലാത്ത വിധം അത്രയും കോടിയുണ്ട്. സാധാരണക്കാരനോ അവനുള്ള കോടി എന്ന് പറയുന്നത് കെറിയും കോടി വയറും കോടി, അത്രയേ ഉള്ളൂ അവൻ്റെ കോടികൾ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് മാറ്റപ്പെടേണ്ടത്. അതായത് സാമ്പത്തിക വിതരണത്തിൽ വരുന്ന വലിയ അസമത്വം, ആ അസമത്വം നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 80% കയ്യാളിയിരിക്കുന്നത് കേവലം 1% വരുന്ന ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാരാണ്, അല്ലെങ്കിൽ വൻകിട മുതലാളിമാരാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വലിയ സാമ്പത്തിക അസമത്വം ഈ നാട്ടിൽ ശക്തിപ്പെടുന്നു. അതായത് സ്വന്തം വിമാനത്തിൽ ദുബായി പോയി കാപ്പി കുടിച്ചേച്ച് 4 മണിക്ക് തിരിച്ചു വരുന്ന മുതലാളിമാർ ഇന്ത്യയിലുണ്ട്. അത് ഒരു വശത്ത്. അതേസമയം ദിവസം ഒരു നേരം ഭക്ഷിക്കാൻ നിവൃത്തിയില്ലാത്ത 30% വരുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. ഈ ഒരു വിതരണത്തിലെ അസമത്വം അത് പരിഹരിക്കപ്പെടുന്നതിന് സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങൾ ശക്തമാകും. ഒരു വ്യക്തിയുടെ കയ്യിൽ അനാവശ്യമായി ഇങ്ങനെ പണം കുന്നുകൂടുകയും അതുവഴി മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്. അതില്ലാതെ പോകുമ്പോഴാണ് ഈ വലിയ അപകടങ്ങൾ സംഭവിക്കുക. ഇവിടെ സൂചിപ്പിച്ച 3 നില വീട് ഒരു മനുഷ്യൻ പണിയുന്നതിന് പകരം അയാൾക്ക് ആവശ്യത്തിന് വലിപ്പമുള്ള ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു വീട് പണിയുകയും ശേഷിക്കുന്ന തുക കൊണ്ട് തൻ്റെ ചുറ്റും വീടില്ലാത്തവരെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്താൽ അതാണ് സുവിശേഷം വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശം.
ആ ഒരു സന്ദേശം മനുഷ്യൻ ആർജിച്ചെടുക്കുകയേ പറ്റുള്ളൂ. അല്ലാണ്ട് അവനെ വിലങ്ങ് വയ്ക്കാനോ അതിന് തടയിടാനോ നിയമങ്ങൾ കൊണ്ട് എന്തുമാത്രം സാധിക്കും എന്നുള്ളത് സംശയകരമാണ്. മറിച്ച് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. കാരണം നമ്മൾ വീട് പണിയുന്നത് പലപ്പോഴും അയലോക്കത്തെ വീട്ടുകാരനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വീടല്ല പണിയുന്നത്, അല്ലേ? അയലോക്കത്തെ ഒരു മുതലാളി 3 നിലയുള്ള വീട് പണിതു, അതുകൊണ്ട് ഞാൻ പണിയുമ്പോൾ 3-ൽ കുറയാൻ പാടില്ല. 3-ൽ കൂടിയാൽ കൂടുതൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 3 നിർത്തുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ആവശ്യം പരിഗണിച്ചല്ല, നമ്മുടെ പൊങ്ങച്ചവും അഹന്തയും ധൂർത്തും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ വീട് പണിത് കടത്തിൽ മുങ്ങിപ്പോവുകയും അവസാനം ആ വീടും പറമ്പൂടെ വിറ്റ് കുടിലിൽ പോയി താമസിക്കുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് അത്യാഗ്രഹം ഒരു കുടുംബത്തെ ഏതെല്ലാം വിധത്തിൽ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകറ്റുന്നു എന്ന് മാത്രമല്ല, അവരുടെ തന്നെ ജീവിതത്തെ അപകടത്തിലാക്കുന്നു എന്നുകൂടിയാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, തോമസ് ആണ്. തോമസിൻ്റെ ചോദ്യം എന്താണ്? എൻ്റെ ചോദ്യം ഇതാണ്: പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യൻ്റെ അടങ്ങാത്ത അത്യാഗ്രഹത്തിൻ്റെയും ഭൗതിക വസ്തുക്കളുള്ള തീരാത്ത ആഗ്രഹത്തിൻ്റെയും ഫലമാണെന്ന് പറയാൻ സാധിക്കുമോ? യെസ്, പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അതിക്രമങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് പറയുമ്പോൾ വളരെ സങ്കുചിതമായിട്ട് അതിനെ മനസ്സിലാക്കരുത്. നാട്ടിൽ പ്രളയമുണ്ടായി, ഉടനെ ആളുകൾ അതിന് വിശദീകരണം പറയും. എന്താണ്? ഹൈ റേഞ്ച് കർഷകർ കപ്പക്കൂടം എടുത്തത് കൊണ്ടാണ്, അല്ലെ മലബാറിൽ മനുഷ്യർ അവിടെ പാവൽ കൃഷി ചെയ്തുകൊണ്ട് മണ്ണിളക്കം പറ്റി, അതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത്, ഉരുളുപൊട്ടിയത്. ഇജാതി മണ്ടത്തരങ്ങൾ പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കരുത്. മറിച്ച് ഇത് ഒരു വലിയ പ്രകൃതിയുടെ പ്രതിഭാസമാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ കാരണം ഇതേക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തിയവർ പറയുന്നത് ആഗോള താപനം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതായത് ഭൂമിയിൽ കാർബണിൻ്റെ ഉപയോഗം കൂടി എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, പെട്രോൾ, ഡീസൽ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ കത്തിക്കുമ്പോൾ കരിയാണ് പുറത്തേക്ക് വരുന്നത്. ഈ കരി അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. സൂര്യപ്രകാശത്തിൻ്റെ ചൂടിൽ ഈ കരി, കാർബൺ അടങ്ങിയ വായു കൂടുതൽ ചൂടാകും. അങ്ങനെ ചൂടാകുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നു. പണ്ടത്തെക്കാളും 4-5 ഡിഗ്രി ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ AC, റെഫ്രിജറേറ്റർ ഇവയിൽ നിന്നൊക്കെ ഉയരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അവ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുകയും അതുവഴി വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ വീണ്ടും ഈ ആഗോളതാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആഗോളതാപനം വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ചൂട് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കാർമേഘങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. കാരണം അത് ചൂടിൻ്റെ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിലൂടെ സംഭവിക്കുന്ന പ്രതിഭാസമാണ്. അങ്ങനെ പണ്ട് കാലത്ത് 1 മാസം കൊണ്ട് പെയ്തു തീരേണ്ട മഴ ചിലപ്പോൾ ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം കൊണ്ടങ്ങ് പെയ്യും. അത് ഈ ആഗോള താപനം കൊണ്ടുണ്ടായ പ്രശ്നമാണ്. ആ വലിയ തോതിലേക്ക് മഴ ഒരു പ്രദേശത്ത് തന്നെ ഒരു ദിവസം 30 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അവിടെ പ്രളയം ഉണ്ടാകും. അത് പക്ഷേ ഏതെങ്കിലും കുടിയേറ്റക്കാരൻ പോയി കപ്പ നട്ടതുകൊണ്ടോ വാഴ നട്ടതുകൊണ്ടോ അവിടുത്തെ മരം വെട്ടി റബ്ബർ വെച്ചതുകൊണ്ടോ ആണ് എന്ന് എളുപ്പത്തിൽ ക്രിയ ചെയ്താൽ നമുക്ക് അബദ്ധം പറ്റും. ഈ ഒരു വലിയ പ്രതിഭാസത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക, അന്തരീക്ഷത്തിലെ കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. അതാണ് ആത്യന്തികമായി ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ കാർബണിനെ, ഈ കരിയെ ആഗിരണം ചെയ്യുന്നത് വൃക്ഷങ്ങളാണ്. പരമാവധി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ആ വൃക്ഷങ്ങളിലൂടെ ഈ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ
അമിതമായി ചൂഷണം ചെയ്യുന്നതാണോ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, പോൾ റിക്കർ, എമ്മാനുവൽ ലെവിനാസ് തുടങ്ങിയ ധാർമ്മിക ചിന്തകർ പറയുന്ന ഒരാശയമുണ്ട്. ഒരു തേർഡ് പേഴ്സൺ എത്തിക്സ് എന്ന് പറയുക. തേർഡ് പേഴ്സൺ എന്ന് മൂന്നാമതൊരാളെ കുറിച്ചുകൂടിയുള്ള പരിഗണന നമ്മുടെ ധാർമ്മികതയിൽ വേണം എന്നാണ്. അതായത് ദൈവമായ കർത്താവ് ഈ ഭൂമിക്കടിയിൽ 1000 കൊല്ലത്തേക്ക് വേണ്ടി നിക്ഷേപിച്ച പെട്രോളിയം ഉൽപ്പന്നം ഈ തലമുറയിലെ മനുഷ്യർ തന്നെ അത് കുഴിച്ചെടുത്ത് ശുദ്ധീകരിച്ച് എണ്ണയാക്കി കത്തിച്ച് കളഞ്ഞാൽ വരും തലമുറയ്ക്ക് എന്നതാ ഉള്ളത്? ഇന്ധനമില്ലാതെ പോകും. അതുകൊണ്ട് വരും തലമുറയെ കുറിച്ചുകൂടി കരുതൽ വേണം. ഈ തലമുറയിലെ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ പോരാ, വരും തലമുറയ്ക്ക് വേണ്ടി കൂടി നമ്മൾ കരുതലോടെ ജീവിക്കണം. ഈ ലോകത്തിൻ്റെ എല്ലാ ധാതു ലവണങ്ങളും നമ്മൾ ഈ തലമുറ തന്നെ ഉപയോഗിച്ച് തീർത്താൽ വരും തലമുറയ്ക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് വരും തലമുറകളെക്കുറിച്ചുള്ള കരുതലോടെ വേണം പ്രകൃതിയെ നാം ഉപയോഗിക്കാൻ എന്നുള്ളത് ധാർമ്മികതയുടെ ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ എക്കോ തിയോളജി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ തന്നെ സഭയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം തന്നെ എഴുതുകയുണ്ടായി. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, എന്താണ്? ലൗദാത്തോ സി എന്ന പേരിൽ ഒരു ചാക്രിക ലേഖനം തന്നെ പരിശുദ്ധ പിതാവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങളെയും വിഷയങ്ങളെയും പാപ്പ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും പ്രകൃതിയോടുള്ള വിശ്വാസിയുടെ സമീപനം ഏത് രീതിയിലായിരിക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ബിൻസി. ബിൻസി. ടീച്ചറുടെ ചോദ്യം: പിതാവേ, എനിക്ക് ഒരു സ്ഥലം അല്ലെങ്കിൽ വസ്തുവിനോട് ഇഷ്ടം തോന്നി. അത് സ്വന്തമാക്കുവാൻ പരിധിയിൽ കവിഞ്ഞുള്ള തുക ഞാൻ ചിലവഴിക്കുന്നു. ഇതിൻ്റെ ധാർമ്മികതയെപ്പറ്റി ഒന്ന് പറയാമോ? യെസ്, നമ്മുടെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ടീച്ചറിൻ്റെ ചോദ്യം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു ഭൂമിക്ക് ഒരു നിശ്ചിത വിലയുണ്ട്. സർക്കാർ നിശ്ചയിച്ചൊരു വിലയുണ്ട്, നാട്ടുനടപ്പുള്ളൊരു വിലയുണ്ട്. അത് കവിഞ്ഞ് ഒരു പ്രദേശത്ത് ഒരു മുതലാളി അങ്ങ് തീരുമാനിക്കുകയാണ്, ഞാൻ ഈ ഭൂമി മേടിക്കാൻ പോവുക. അതിനെന്ത് വില? 10 ലക്ഷം രൂപ മൂല്യമുള്ള ആ സ്ഥലത്തിന് അയാൾ പറയുകയാണ്, ഇത് 2 കോടി രൂപയ്ക്ക് ഞാനിങ്ങ് മേടിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ സ്ഥലത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചു, അല്ലേ? ഈ ഒരു 5-6 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരു വലിയ ബൂമിങ്, അല്ലെങ്കിൽ ഒരു ക്രമാതീതമായ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലേ? അതുകൊണ്ട് എന്ത് വേണ്ടി എന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്താ തെറ്റ്? എനിക്ക് കാശുണ്ടോ അതുകൊണ്ട് ഞാൻ മേടിച്ചു എന്ന് പറയുന്നതിനകത്തൊരു തെറ്റുണ്ട്. കാരണം ഇന്നാട്ടിലെ സാധാരണക്കാരന് കിടപ്പാടം വെക്കാൻ 2 സെൻറ്റ് ഭൂമി മേടിക്കാൻ മേലാത്ത വിധത്തിൽ സ്ഥലത്തെ പറമ്പിൻ്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ ഇടവന്നത് ഇത്തരത്തിലുള്ള അത്യാഗ്രഹങ്ങൾ കൊണ്ടാണ്. എനിക്ക് ആ ഭൂമി വേണം, അതിന് എന്ത് വിലയാണേലും ഞാനത് സ്വന്തമാക്കും എന്ന് പറഞ്ഞ് നാട്ടുനടപ്പുള്ളതിൻ്റെ 10 ഇരട്ടി വില കൊടുത്തൊരു ഭൂമി മേടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ആ നാട്ടിലെ ഭൂമിയുടെ വില അതാണ്. തൊട്ടടുത്ത് കിടന്ന പറമ്പ് ഇത്ര രൂപയ്ക്ക് വിറ്റത്, അത്രയും കിട്ടിയാലേ ഞാനും ഇത് വിൽക്കുകയുള്ളൂ എന്ന് അയലോക്കത്തെ ചേട്ടൻ പറഞ്ഞു തുടങ്ങും, അല്ലേ? നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഭൂമി എന്ന് പറയുന്നത് സമ്പന്നർക്ക് മാത്രം കുത്തകയായ ഒരു വിഷയമായി മാറും. മനസ്സിലാവുന്നു? ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഒരു ഇടവകയിൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഭൂമി, വീടില്ലാത്ത മനുഷ്യരാണ്, വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ഭൂമി, വീടിനുള്ള പൈസ ഒരു വിധത്തിലുണ്ടാക്കി, ഭൂമിക്കുള്ള പൈസ നോക്കുമ്പോൾ അവിടെ സെൻറ്റിന് 7 ലക്ഷം 8 ലക്ഷമൊക്കെയാണ് വില. ആരെ കൊണ്ട് വീട് വെച്ച് കൊടുക്കാം? 10 ലക്ഷം രൂപ ഉണ്ടാക്കി വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു 4-5 സെൻറ്റ് ഇല്ലാതെ ഒരു വീട് വെക്കത്തില്ല. അപ്പോൾ അതിന് മേടിക്കേണ്ടി വരുന്ന തുക എത്രയോ വലുതാണ്. അത്തരത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള മുതലാളിമാരുടെ
ധൂർത്ത് പ്രകടിപ്പിക്കുന്ന ലാൻഡ് മാഫിയ അഥവാ ഭൂമാഫിയയുടെ ഇടപെടലുകളിലൂടെയാണ്. അത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും. അല്ലയോ മുതലാളിമാരെ, നിങ്ങൾക്ക് പണമുണ്ട് എങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ഏതെല്ലാം വഴികളുണ്ട്. സാധാരണക്കാരൻ്റെ ഉപജീവന വഴികളെ തടയുന്ന രീതിയിൽ നാട്ടിലെ ഭൂമിയുടെ വില ക്രമാതീതമായി ഉയർത്തുന്നത് തെറ്റാണ്. അങ്ങനെ ഉയർത്തിയത് കൊണ്ട് ഇപ്പോഴെന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലക്കച്ചവടം നടക്കിയാൽ അല്ലേ, ഒരാവശ്യത്തിനൊരു സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത അവസ്ഥയുണ്ടാക്കി. അതെന്തുകൊണ്ടാണ്? ഈ സ്ഥലം വില അന്യായമായി ക്രമാതീതമായി ഉയർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സംഭവിച്ച ദുരന്തമാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് മകളെ കെട്ടിക്കാൻ വേണ്ടി ഒരു 1/2 ഏക്കർ വിൽക്കണമെന്നൊരു കാരണവർ വിചാരിച്ചാൽ പറ്റാത്ത സാഹചര്യം വന്നു. അതിൻ്റെ കാരണവും ഈ രീതിയിലുള്ള ക്രമാതീതമായ വിലവർദ്ധനവ്, കൃത്രിമ വിലവർദ്ധനവ് ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇത് അപകടകരമാണ്, ധാർമ്മികമായി അത് തെറ്റുമാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, പേരെങ്ങനെയാണ്? ടോമിൻ. ടോബിൻ. ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സഭയും സഭാ സംവിധാനങ്ങളും വിശ്വാസികളും അമിതമായി സ്വത്ത് സമ്പാദിക്കുന്നത് ശരിയാണോ? സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? യെസ്, ആടി അപ്പനിട്ടൂടിയാണെന്ന് പറഞ്ഞതുപോലെയാണ് അല്ലേ സാറിൻ്റെ ചോദ്യം. അതായത് സഭയും സഭയിലെ വിശ്വാസികളും ഒക്കെ ഇങ്ങനെ സ്വത്ത് വാരിക്കൂട്ടുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. യഥാർത്ഥത്തിൽ സഭയ്ക്ക് സ്വത്ത് എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. ഇടവകയ്ക്ക് ഇപ്പോൾ 10 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചോദ്യത്തിലൊരു അപകടമുണ്ട്. അത് വികാരിച്ചൻ്റെ സ്വത്ത് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അതെന്തിനാ അത്രയും ഭൂമി എന്നുള്ള ഒരു ചോദ്യം വരിക. ആ ഭൂമി ഇടവകയുടേതാണ്. രൂപതയുടെ കയ്യിൽ ഇത്ര ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് മെത്രാൻ്റെ പ്രൈവറ്റ് സ്വത്തല്ലത്, അത് ആ രൂപതയുടെ സ്വത്താണ്. ആ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആർക്കെല്ലാം ഉപകാരം ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും, അതൊക്കെയാണ് ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ട മേഖലകൾ. പണ്ട് കാലത്ത് പല വിശ്വാസികളും ദാനം ചെയ്തതിൻ്റെ ഫലമായിട്ടും അതുപോലെ സഭാ നേതൃത്വം ദീർഘവീക്ഷണത്തോടെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടും പല പള്ളികൾക്കും സന്യാസ സഭകൾക്കും രൂപതകൾക്കുമൊക്കെ ഭൂസ്വത്തുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമല്ല, അതുണ്ട്, അതിന് രേഖകളും ഉള്ളതാണ്. ഈ സ്വത്തുണ്ടായി എന്നുള്ളതല്ല തെറ്റ്, മറിച്ച് ആ സ്വത്ത് എപ്രകാരം ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയും സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് ഇടവകയുടെ സ്വത്ത് ഏത് രീതിയിലാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇടവക പൊതുയോഗത്തിന് വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ഇടവകയിൽ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞപ്പോൾ അവരെടുത്ത തീരുമാനം, നമ്മുടെ ഇടവക പള്ളിയുടെ പറമ്പിൽ 1 ഏക്കർ സ്ഥലം വീടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വീതം വയ്ക്കുക, ആവശ്യക്കാർ ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 27 വീട്ടുകാർ ചോദിച്ചു. അപ്പോൾ 27 വീട്ടുകാർക്ക് കൊടുക്കാൻ ഈ 1 ഏക്കർ പോരാതെ വന്നപ്പോൾ അവരത് ആ സ്ഥലവും കൂടി ഈ കണ്ടെത്തി കൊടുക്കുകയുണ്ടായി. എന്ന് പറയുമ്പോൾ അത് ക്രിയാത്മകമായ ഒരു സാമ്പത്തിക വിനിയോഗമാണ്. സമ്പത്തുള്ളതല്ല തെറ്റ്, മറിച്ച് ആ സമ്പത്ത് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പള്ളി അങ്ങനെ ചെയ്യുന്ന മാതൃക കണ്ടപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ പല വീട്ടുകാരും അതിന് മുന്നിൽ വന്നു, പല സ്ഥാപനങ്ങളും അതിന് മുന്നിട്ടിറങ്ങി. അപ്പോൾ ആ രീതിയിൽ തന്നെ പല ഭൂമികളും ഇങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമായൊരു കാര്യമാണ്. അത് ഭൂമി ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ പള്ളിക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ട് സമ്പത്ത് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സമ്പത്ത് നല്ലതാണോ ദോഷമാണോ എന്ന് ചിന്തിക്കുന്നതിനുള്ള മാനദണ്ഡം. അതുകൊണ്ട് സമ്പത്തുണ്ടായിരിക്കുക അതൊരു ദൈവപരിപാലനയുടെ ഭാഗമാകാം, പക്ഷേ ആ സമ്പത്ത് ഇപ്പോൾ നമ്മൾ
ഏത് ലക്ഷ്യത്തോടെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായി ചിന്തനീയമായ കാര്യം. പക്ഷേ ആദ്യത്തെ ചോദ്യത്തിൻ്റെ രണ്ടാം ചോദ്യത്തിനൊരു ഉത്തരവും കൂടെ പറയേണ്ടതുണ്ട്. സമ്പത്ത് ആർജിക്കുന്നതിനെക്കുറിച്ചുള്ള സഭയുടെ നിലപാടെന്താണ്? വ്യക്തികൾക്ക് സ്വകാര്യ സ്വത്തിന് അവകാശമുണ്ട് എന്നതാണ് സഭയുടെ നിലപാട്. ആ സ്വകാര്യ സ്വത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയെ സഭ എതിർക്കുകയും ചെയ്തു. റേരും നൊവാരും മുതൽ ചെന്തേസിമൂസ് ആനൂസ് വരെയുള്ള സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ സ്വകാര്യ സ്വത്തിന് വ്യക്തികൾക്കുള്ള അവകാശത്തെ സഭ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് വ്യക്തികളുടെ അവകാശമാണ്. അതിലൂടെ സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും മക്കളുടെ ഭാവി ഭദ്രമാക്കാനും വ്യക്തികൾക്കുള്ള അവകാശവും സഭ ഊന്നി പറയുന്നുണ്ട്. പക്ഷേ അത് അന്യായമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുമ്പോൾ അവരൻ്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ അത് അത്യാഗ്രഹത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പ്രകാശനമാക്കുമ്പോൾ ആ സ്വത്ത് സമ്പാദനം തെറ്റാണ് എന്നുള്ളൂ. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് അവകാശമാകുമ്പോൾ തന്നെ അതിന് നിയന്ത്രണം ആവശ്യമാണ് എന്നതാണ് ഇതേക്കുറിച്ചുള്ള സഭയുടെ നിലപാട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV-യുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.